വെൽക്കം ബാക്ക് ടു വാട്ടർമെലൺ സ്റ്റോറീസ്. ഇന്ന് എൻ്റെ ഓഫീസെല്ലാം കഴിഞ്ഞിട്ട് സഞ്ജു എന്നെ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സഞ്ജു ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളിന്ന് ഒരുമിച്ചായിരിക്കും ജിമ്മിൽ പോവാം. ഞാൻ പിന്നെ ജിമ്മിൽ പോയിട്ട് ഇപ്പോൾ കുറേ ആയി, അതുകൊണ്ട് എനിക്ക് ജിമ്മൊക്കെ ഒന്ന് കാണണം. അപ്പോൾ ഞാൻ ഇന്ന് സഞ്ജുവിനെ കാണിച്ചു തരാം. ഹലോ, ഇന്ന് എന്താ എന്നെ വിളിക്കാൻ വന്നത്? നോർമലി വരാറില്ലല്ലോ. ഇന്ന് ഞാൻ നീയല്ലേ പറയുന്നത് എന്നെ വിളിക്കാൻ പറ്റുന്നത്? നോർമലി അല്ല, എന്നെ വിളിക്കാൻ വന്നിട്ട് എന്തോരായി? നമ്മള് കൊറേ നാളായില്ലേ ജിമ്മിൽ ഒരുമിച്ച് പോയിട്ട്, ലൈക് ഓഫീസിലും വിളിക്കാൻ വന്നിട്ട്, അതുകൊണ്ട് വിളിക്കാറാന്ന് വിചാരിച്ചു. എടി നീ ആകാശത്തിനൊക്കെ നല്ല മഴക്കാറ്. ഓ, നല്ല മഴയുണ്ട്. റെയിൻകോട്ട് കൊണ്ടുവന്നാ? എനിക്ക് റെയിൻകോട്ട് ഉണ്ടോ? നിനക്ക് റെയിൻകോട്ട് ഉണ്ടോ? സൂപ്പർ. ഇല്ല, വെയിലുണ്ട്. ഇപ്പുറത്തെ സൈഡ് വെയിലും ഇപ്പുറത്തെ സൈഡ് മഴ. ഭാഗത്തേക്കാണല്ലോ പോണേ, അതുകൊണ്ട് നമ്മള് സേഫാ. അതെ. അപ്പൊ നമുക്ക് പോവാ. എനിക്ക് നല്ലോണം വിശക്കണമല്ലോ, ചായ എന്തെങ്കിലും കുടിക്കാം. നീയല്ലേ ചെലവ്? ഇല്ല, നീ ഇന്നലെ അമ്മേന്റെ അടുത്ത് പറയുമ്പോ ഞാൻ ആ മധുവിന് കാപ്പി മേടിക്കണേന്ന് കൂടെ പറഞ്ഞതാ. അമ്മ ഇത് കാണുന്നത് കൊണ്ട് നീ തന്നെ മേടിക്കണം. ലാസ്റ്റ് ടൈം ഞാനാ മേടിച്ചേ. ലാസ്റ്റ് ടൈം എപ്പോ? ലാസ്റ്റ് ടൈം എപ്പോഴാണോ കാപ്പി കുടിച്ചത് അപ്പൊ. നോക്കട്ടെ, ഒരു ചായ മാത്രം. ഓ, കാണാം. ഞാൻ ചായ എന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടാ. ലാസ്റ്റ് മധു ഞാൻ ഒരു സമോസ എടുക്കാണേ, നിനക്ക് വേണോ? മധു ഞാൻ ഇത് എടുക്കുവാണേ, നിനക്ക് വേണോ എന്ന് ചോദിക്കും. ഇതേ ഒന്നും പറയാനില്ലേ ഡയറ്റുകാരാ? നീ ഇപ്പൊ ഇതിനോട് പറഞ്ഞേ, ഡയറ്റിന്റെ കേസ് ഇപ്പൊ ഇതിനോട് പറഞ്ഞേ. ചുമ്മാ മഴ തന്നെ ഇപ്പൊ നമുക്ക് ആലുവ പിടിക്കണം. ആലുവ ഇവിടുന്ന് കൊറേ ദൂരം ഉണ്ട്. അങ്ങനെ ദേ ഇപ്പൊ കടയിലൊക്കെ എത്തി, വണ്ടിന്നൊക്കെ ഇറങ്ങി. മാധുവിന്റെ പുതിയ ഹെയർ സ്റ്റൈൽ ഉള്ളതാണ്. ബാക്കില് മഴക്കാറ്, ഫ്രണ്ടില് മാധു. നാളെ പോയിരുന്നോ അതോ? ഇതെന്താ? നമ്മുടെ പ്ലാൻ അനുസരിച്ചിട്ട് നമ്മൾ പഴംപൊരിയാണ് സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടത്. മധു, നീ എന്താണ് വേറെ പലതിലേക്കാണ് നീ പോണേ? എന്തൊക്കെ ഉണ്ട് കയ്യില്? പഴംപൊരി, വടയും സമൂസയും എല്ലാം ഓരോന്നുള്ളൂ. പഴംപൊരി, വടയും സമൂസയും. ഈ ഗ്ലാസ് ഒക്കെ നല്ല വൃത്തിയുള്ള കടയാണ് ഗൈസ്, കണ്ടോ? എല്ലാ ഗ്ലാസ്സും ഇവിടെ തന്നെ ഉണ്ട്. അത് നീക്കി വെച്ചോ, ഒപ്പില്ല. ഓ, നിന്റെ ബാക്ക്ഗ്രൗണ്ടില് മഴക്കാറ് വൈബ് തന്നെ. പേപ്പർ സഞ്ജു ഇതേവരെ വന്നിട്ടില്ല. ഞാൻ വെച്ചപ്പോ എന്റെ ബാക്ക്ഗ്രൗണ്ട് കൊള്ളാതെ. സഞ്ജു കാപ്പിയും കൊണ്ട് വന്നിട്ടുണ്ട് ഫൈനലി. കോഫി ആണോ മാധുവിന്? ഞാനൊരു പ്ലേറ്റും പൊക്കി. നന്നായി. ഞാൻ കടിച്ചു അത്. എന്റെ സമൂസ അല്ലേ? അങ്ങനൊന്നുമില്ല. പേര് വെച്ചിട്ടുണ്ട് എന്റെ. ഇത് എനിക്ക് വെച്ചതാ. അത് എനിക്കുന്നല്ലേ? ആലോക്കട്ടെ. എന്താ എടാന്ന് ഞാൻ വിളിച്ചില്ല. കൊള്ളാവോന്ന് എനിക്ക് താന്ന് ഇത്രേ ഉള്ളൂ. നേരത്തെ മേടിച്ച സമോസ എന്റെ കൈ. ഞാൻ എന്തൊരു പാവമാണ് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് ഞാൻ ഒന്നും മിണ്ടുന്നില്ല. നമുക്കല്ലോ 2 കടിക്കോളം സമോസം കുഞ്ഞു പീസ. സഞ്ജുവിന്റെ സങ്കടം മാറ്റാൻ ഞാൻ പോയൊരു സമോസ മേടിച്ചു. അപ്പൊ സഞ്ജു എങ്ങനെയാണോ കഴിച്ചത് അങ്ങനെ ഞാൻ കഴിച്ചിട്ട്, ഞാൻ കഴിച്ചത് എനിക്ക് തന്നത് ഞാൻ അവന് കൊടുത്തു. അതല്ലേ ഫെയർ? ഞാൻ ഇത്രയും വലിയ കടി കടിച്ചിട്ടില്ല. നിങ്ങൾ വേണമെങ്കിൽ റീകാപ്പ് നോക്കിക്കോ. ഇതിലും കുറച്ചും കൂടെ ചെറുതായിരുന്നു, ഞാൻ കൊടുത്തു. ഇല്ലാട്ടാ, ഞാൻ ഇത്ര വലിയ കടിയൊന്നും കടിച്ചിട്ടില്ല. ഇവള് വലിയ കടി കടിച്ചിട്ട് പീക്കിരി സാധനം എനിക്കും. ഫുഡിന്റെ ഒക്കെ പേര് ഇങ്ങനെ പറയാവോ? നീ തന്നെ ഇപ്പൊ നല്ല സമൂസ. കുറച്ചേരം ഇടുന്ന നമുക്ക് ഇവിടെ നീ സമൂസ അയച്ച് തീർത്തിട്ട് പോയിരുന്നല്ലേ? അത് വേണ്ട.
മഴ തുടങ്ങി, മഴ ഇടിവെട്ടുണ്ടല്ലോ. ആ ഞങ്ങളെല്ലാം കഴിച്ചൊക്കെ കഴിഞ്ഞ് വയറൊക്കെ നിറഞ്ഞു. ഇവിടെ പൊടിമഴ വരുന്നുണ്ട്. ഞങ്ങൾ പെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഇപ്പൊ തന്നെ പോണം വണ്ടി എടുത്ത്, അല്ലെങ്കിൽ നമ്മൾ നനഞ്ഞു കുളിച്ചാവും. ആകെ ഒരു റെയിൻകോട്ടും ഉണ്ട്, 2 ആൾക്കാരും ഉണ്ട്. ആ റെയിൻകോട്ട് എനിക്ക്. അപ്പൊ നീ വണ്ടി ഓടിക്കേണ്ടി വരും. നീയാണല്ലോ ഓടിക്കണേ. ഞാൻ ഓടിച്ചാ എനിക്ക് റെയിൻകോട്ട്, അതല്ലേ ഫെയർ. ബാക്കിയുള്ള ആൾ നനയില്ല. അപ്പൊ സഞ്ജുവാണ് ഓടിക്കുന്നെങ്കിൽ എനിക്ക് റെയിൻകോട്ട് വേണ്ട, ആയ മുക്കേ. സോ നമുക്ക് ഞാൻ ഓക്കെ അല്ല, അവൾ തന്നെ ഓടിക്കും. അപ്പൊ നമുക്ക് ജിമ്മിൽ വെച്ചാണ് കേട്ടോ. അങ്ങനെ മഴയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ജിമ്മിന്റെ ഫ്രണ്ടിലെത്തി. മാധവ് ഇവിടെ ഡ്രസ്സൊക്കെ മാറിക്കൊണ്ടിരിക്കുക. റോട്ടിലാണല്ലോ ഡ്രസ് മാറണേ. നിന്റെ റെയിൻകോട്ട് മാറാന്ന് പറഞ്ഞേ. ഇവളെന്തിനും ഇങ്ങനെയൊക്കെ പറഞ്ഞ? നീ എന്താ മാറണേ? എന്റെ കാല് പൊള്ളി. ഈ സാധനത്തിനെ കൊണ്ടിട്ട് സൈലൻസറിന്റെ അവിടെ പോയിട്ട് ഇങ്ങനെ അഞ്ചോട്ട് കാലല്ലാണ്ട് പിന്നെ എന്ത് പൊള്ളും? മധു, നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? വന്നാ മതിയായിരുന്നു. അവിടെ പോണ്ട. ഏതുവരെ? വെറുതെ അവിടെ വരെ പോകാനാണ് ഇറങ്ങിയത്. അവൻ ക്യാമറ വന്നപ്പോ കോൺഷ്യസ് ആയി. എന്ത് സ്റ്റക്കായ അത് ഹെൽമെറ്റ് വര്. എന്റെ കാല് പൊള്ളി. മേളിൽ പോയിട്ട് എന്തെങ്കിലും ചെയ്യട്ടെ. അവിടെ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ എപ്പോഴും ദിലീപൊക്കെ വരാറുണ്ട് കേട്ടോ. അതെ, സഞ്ജു എന്നും പോയി ദിലീപിനെ കണ്ടോണ്ടാണല്ലോ ഇരിക്കണേ. എല്ലാം അറിയാലോ. അവിടെ ദിലീപ് വരാറുണ്ട്. എപ്പോഴും വരാറുണ്ട്. എപ്പോഴും വരാറുണ്ട്. അതെ, അതാ പറഞ്ഞ നീ എന്നും പോകുമ്പോ കാണുന്നുണ്ടാവുമായിരിക്കുമല്ലോ. മാധു, ഇന്ന് നീ ജിമ്മില് വന്ന് ഇതെന്താ ചെയ്യാൻ പോണേ? എനിക്കറിയാൻ പാടില്ല. ഞാൻ വന്നിട്ട് തന്നെ ഇപ്പൊ ഒരാഴ്ചക്ക് മുകളിലായി. ഞങ്ങൾ അങ്ങനെ ജിമ്മിലെത്തി. ഭയങ്കര ബലൂണും ഇവിടെ നിറച്ച് ബലൂൺ. ഇവിടെ കുറെ ബലൂൺ. ഇവിടെ ജിമ്മ് തുടങ്ങിയിട്ട് 1 year ആയി. ഇതിന്റെ ആഘോഷം സെറ്റ്. അപ്പൊ ഇന്ന് നമുക്ക് എന്താണ്, കേക്ക് ഉണ്ടാവോ? എനിക്ക് എന്റെ ആഘോഷം. ഞാൻ ഡ്രസ്സൊക്കെ മാറട്ടെ. നല്ല തണുപ്പ്. നീ വന്നപ്പോ തന്നെ ഇവിടെ ജിമ്മിന്റെ പരിപാടി, കേക്ക് മുറി. ഞാൻ 2 ദിവസം അല്ല, ഞാൻ അസ്യൂം ചെയ്യാലോ, ചിലപ്പോ ഉണ്ടാവും. അപ്പൊ ശരി, ഞാൻ ഡ്രസ്സൊക്കെ മാറട്ടെ. ഞങ്ങളിതേ ഡ്രസ്സൊക്കെ മാറി. മധു ഡ്രസ്സൊക്കെ പറയാം. എന്ത് ചെയ്യാം മധു? മുടി നനഞ്ഞിരിക്കുന്നു. ശരി, ഇനിയിപ്പോ വർക്കൗട്ട് തുടങ്ങിയാലോ? പക്ഷെ ഫുൾ നനഞ്ഞ, ബാക്ക് നനഞ്ഞായിരുന്നു. അതുകൊണ്ട് ഫുൾ നനഞ്ഞ്. ഹലോ മധു, അതൊന്നും എന്താ ഇതൊക്കെ പിടിച്ചോണ്ട്? ചുമ്മാ ഇതൊക്കെ ഇത് കറക്കാനുള്ള സാധനമല്ല, കാലിട്ട് വർക്കൗട്ട് ചെയ്യാനുള്ളതാ. 5 പർപ്പീസ് ചെയ്യണ്ടോ അവരുടെ ഒപ്പം? ചെയ്തോ. എനിക്ക് കാലിന് ഇനിയും ഞാൻ മരിക്കുന്നവരെങ്കിലും കാലവിടെ ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് കാർഡിയോ സെറ്റാണ്. ക്രോസ് ഫിറ്റും കാർഡിയോ ഒക്കെ സെറ്റാണത്. നമുക്ക് അതിനുള്ള ടൈം ആയിട്ടുണ്ടോ? എനിക്ക് കുഴപ്പമില്ല. നിനക്കായിട്ടുണ്ടോ അത്? എന്താ? എനിക്ക് കാല് നിൽക്കാൻ പറ്റില്ല. എനിക്ക് കാല് ഇപ്പൊ അനക്കാറായിട്ടില്ല. എന്റെ കാല് പ്രൊസീജിയേഴ്സ് തീർന്നിട്ടില്ലല്ലോ. ഒരു നാളെ ഞായറാഴ്ച പോണം. ഇന്നപ്പോ ഇന്നെന്താ പറഞ്ഞ നിന്റെ അടുത്ത്? ഓഫ്, എന്നാ വർക്കൗട്ട്. പക്ഷേ വാമ്പി ബാ, കമോൺ ലെറ്റ്സ് ഗോ ബാ. ചെസ്റ്റിനുള്ള വാമ്പ് ചെയ്യാൻ പോണതാ ബലൂണി തട്ടിയിട്ട്. ഇതാണ് നിന്റെ ചെസ്റ്റിനുള്ള വാമ്പ്? ഇതാണ് നിന്റെ ചെസ്റ്റിനുള്ള വാമ്പ്? ആ ബാ, ഞാൻ നിനക്ക് പറഞ്ഞ എനിക്ക് പറഞ്ഞു തരണില്ലല്ലോ. ഞാൻ പ്രത്യേകിച്ചാണ്. മോനെ ആറ്റിറ്റ്യൂഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരത്? ദീപിയ പോപ്കോൺ ആണോ? ദീപിയ പോപ്കോൺ ആണോ? അതോ എന്റെ ലോകയിലെ നായികയാണോ? ലോകയുടെ നായികയല്ലേ ഇത്? അല്ല, ആ പെണ്ണിതൊക്കെ കണ്ടല്ലോ. ആ പിന്നെ ആ പെണ്ണിതൊക്കെ കാണോ ഇനി? പിന്നെന്താ? ഞാൻ ചെയ്യട്ടെ, ചേട്ടനെ ഡിസ്റ്റർബ് ചെയ്യല്ലേ. ഓക്കെ, അപ്പൊ നമ്മള് വാമ്പൊക്കെ ചെയ്തിട്ട് വരാം ഗൈസ്. എന്നെ ഓരോ ആവശ്യമില്ലാണ്ട് 3 സെറ്റ് പ്ലാങ്കിന് പിടിച്ച് കയറ്റി. ഇത് അവരെ മാത്രല്ല, ഇവിടെയുള്ള എല്ലാവരും. എടി നമ്മള് ഇത് ചെയ്തില്ല. അതിനെന്താ? ഞങ്ങള് വാമ്പ് ചെയ്ത് സഞ്ജുവിന് പ്ലാങ്ക് അറിയാൻ പാടില്ല. പക്ഷെ എനിക്കറിയാട്ടോ പ്ലാങ്ക് ചെയ്യാൻ. ഞാൻ കൊറേ നേരം ഞാൻ പൊതുവെ 4 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ നിൽക്കാറില്ല. എനിക്ക് 1 മിനിറ്റ് ഇഷ്ടമല്ല. 4 to 3 മിനിറ്റ് ഇങ്ങനെ കിടന്നുറങ്ങും. നമ്മള് വിളിക്കണം, എടാ ടൈം കഴിഞ്ഞടാ എനിക്കടാ, അതാ പറഞ്ഞേ. അങ്ങനെ വിളിക്കണം. എന്താണ് ചെയ്യുന്നത്?
ഞാനിവിടെ ദോശയും കറി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആണോ? ആ. ഓക്കെ. നിനക്ക് ജിമ്മിന് വന്നിട്ട് വെയിറ്റ് അപ്പ് ചെയ്തിട്ട് നീ എന്താ ചെയ്യണം ചോദിച്ചാൽ നിന്റെ അടുത്ത് എന്താ പറയേണ്ടത്? ഒന്നും പറയണ്ട, വെയിറ്റ് ഇട്ടോ. ആ വെയിറ്റ് ഇടാം. ജിമ്മിന് വന്നിട്ട് പാറുമ തല വെച്ച് കിടന്ന് ഉറങ്ങണ്. എനിക്ക് ട്രെയിനർ വന്നിട്ടില്ല. എന്താടി ഉറക്കം തന്നെ? ട്രെയിനർ വന്നിട്ടില്ല. പാവം ഡോക്ടർ. എന്താണ് സഞ്ജു? 20 കിലോ. വെയിറ്റ് നോക്കട്ടെ. 30. എന്താണ് പറയുന്നത്? തല ഇറങ്ങണം, അതെനിക്ക് പറയാനുള്ളത്. അയ്യോ നീ എന്താ ഇനി അടുത്ത് ഞാൻ പോണേ? എനിക്കറിയാം വെള്ളം. നീ ഒരു 10-20 കിലോ ചെയ്യോ? അവനെ ആദ്യം പുറത്താക്കണം ജിമ്മി, നാട്ടിൽ പറഞ്ഞ. ആഫ്റ്റർ സോ ലോങ് ചെയ്യാൻ പോവാണ്. എന്തോന്നു ചേട്ടാ മാധവനെ ചെയ്യിപ്പിക്കാൻ വേണ്ടി? അത് ഓക്കെയാണോ? ഇതായിട്ടും മാധവ് അപ്പർ ബോഡി വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് സ്ട്രെങ്ത് ട്രെയിൻ ചെയ്യാനായിട്ടാണ് വരെയാണ്. അപ്പൊ അതിനൊരു വലിയൊരു വിജയത്തിന്റെ ഒരു മുന്നോടിയാണ്. ആ എന്നാ മുന്നോടി ഒന്ന് ചെയ്തേ. ഇങ്ങനെയുള്ള പ്രശ്നം വരുമ്പോ എല്ലാരും വീട്ടിലിരിക്കണം, റെസ്റ്റ് എടുക്കണം. എല്ലാവരും മാധവ് ഫൈൻഡ് ചെയ്യാതെ വന്ന് വർക്ക്ഔട്ട് ചെയ്യുന്നതിന് വലിയൊരു കാര്യമാണ്. നമ്മൾ ട്രെയിനേഴ്സിന്റെ ഇടയിൽ തന്നെ അത് വലിയൊരു കാര്യമാണ്. ഇതിന് ഒരുപാട് പേര് ഇഞ്ചുറി ആയിട്ട് ഒരു വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. അവരൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതാണ്. കിളിയായ നീ കണ്ണിന്നൊക്കെ പൊന്നീച്ച് ഉറക്കണമെന്നാണ്. നീ കണ്ണൊക്കെ പറഞ്ഞിരിക്കണെന്തിനാ? അങ്ങനത്തെ ജിമ്മൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ഒരു സോഡ സർവത്ത് കുടിക്കാനായിട്ട് നമ്മുടെ കണ്ണഞ്ചേൻ്റെ കടയിലേക്ക് വന്നേക്കാം. നമ്മുടെ സോഡ സർവത്ത് എടുക്കുന്നു. അതും എങ്ങനെ ഉണ്ടായി നമ്മുടെ വർക്കൗട്ട്? ആഫ്റ്റർ സോ ലോങ് നിനക്ക് എങ്ങനെ? നീ നന്നായി ചെയ്തു എന്നും പറഞ്ഞു കൃഷ്ണ ചേട്ടൻ. അപ്പം നല്ലൊരു കോംപ്ലിമെൻ്റ് കിട്ടി. അങ്ങനെ തന്നെ നീ മുന്നോട്ട് പോവാം. അപ്പം നമ്മൾ എന്നിട്ട് എന്തിനു വന്നേക്കാ? നല്ല ഹെവി വർക്കൗട്ട് സോഡ സർവത്ത്. ഇത് വിഷയം കാണണ്ട കേട്ടോ. എങ്ങനെയുണ്ട് മാധു സർവത്ത്? എങ്ങനെയുണ്ട്? സെറ്റ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്ത അടിപൊളി വീഡിയോ വരുന്നവരേക്കും.